പലയിടത്തും പറഞ്ഞാൽ എൻ്റെ മോളുണ്ടായിരുന്നു മരിച്ചു പോയി ആശ്വാസം കൊള്ളുന്നത് ഒരു കൗൺസിലറായതിനു ശേഷം. ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോള് മരിച്ചോളെ എങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആശ്വാസമാണ് മോള് മരിച്ചത്. ഇവിടെ നടക്കുന്ന അനാശാസ്യം കണ്ടിട്ട് വിശ്വസിക്കില്ല. അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ്. അണ്ടർഗാർമെൻറ്റ്സ് മാത്രം, ബ്രേസറും ചെറിയ ഒരു അണ്ടർവെയറും ഉണ്ട്. ബ്രേസർ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് നല്ല സെക്സി ആയിട്ട് ഏതോ ലോകത്തല്ലാണ്ട് ഇങ്ങനെ വരാന്തിൽ കൂടെ നടക്കൂലല്ലോ റോഡിനെ ഫേസ് ചെയ്തിട്ട്. എൻ്റെ തന്തയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താടീന്ന്. അപ്പം ഞാൻ തള്ളയായിപ്പോയി മോളെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. സുബോധത്തോടെ പെൺകുട്ടികളില്ല. പല ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കണ്ട. അവർ പറയുന്ന എത്രയോ പുരുഷന്മാരുടെ കയ്യിൽ കൂടെ കടന്നു വന്ന പെൺകുട്ടിയായിരിക്കും. അവൾക്കൊരു ഭാര്യയാകാനോ ഒരു അമ്മയാവാനോ ഉള്ള മാനസികാവസ്ഥയുണ്ടോ? ഏതൊക്കെ ഡ്രഗുകളുടെ പിടിയിലാണ് അവളെന്ന് എനിക്കറിയില്ല. എത്രയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആൺമക്കൾ പറയുന്നു. എല്ലാ സ്റ്റേറ്റിലും ഈ എറണാകുളത്ത് പ്രത്യേകിച്ച് എൻ്റെ ഡിവിഷനിൽ കാണുന്ന പോലത്തെ തുറന്ന സെക്സും തുറന്ന എന്താണ് അരാജകത്വം ഞാൻ ഒരു സ്റ്റേറ്റിലും ഡ്രഗ് വ്യാപകമായിട്ട്. എൻ്റെ ഡിവിഷനിൽ ഏതോ ലോകത്ത് പുകയുടെ ലോകത്താണ് ജീവിതം മുഴുവനും. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇത് രോഗികളാണ്. പയാലിസിസ് ഒക്കെ വന്ന് ഒരു പിടുത്തില്ലാണ്ട് നടക്കാൻ പറ്റില്ല. പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ, അല്ലെങ്കിൽ ആരെയും കെട്ടിപ്പിടിച്ച്. നമ്മൾ അങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം. എന്താണ് നന്ദുമാജി, നിങ്ങൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ചെയ്യണം. ഭയങ്കര ശരിക്കും ഞാൻ പലയിടത്തും പറഞ്ഞാൽ എൻ്റെ മോളുണ്ടായിരുന്നു മരിച്ചു പോയി ആശ്വാസം കൊള്ളുന്നത് ഒരു കൗൺസിലറായതിനു ശേഷം. ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോള് മരിച്ചോളെ എങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്. ഇപ്പം എനിക്ക് ആശ്വാസമാണ് മോള് മരിച്ചതിൽ. അല്ലെങ്കിൽ ഞാൻ വളരെ ഭീകരമായ ഒരു കാര്യമാണ് പറയുന്നത്. പത്മജ യസ്മാനെ പോലെ സോഷ്യൽ പ്രവർത്തക, BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നല്ലോ. അതുവരെ എത്തിയ ആളല്ലേ. മാത്രമല്ല എത്ര ധീരയായ പോരാട്ട നായിക. സ്വന്തം മകൾ മരിച്ചത് സന്തോഷിക്കുന്നു എന്ന് ആശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇവിടെ നടക്കുന്ന അനാശാസ്യം കണ്ടിട്ട് വിശ്വസിക്കില്ല. ഒരു എന്താണ് എൻ്റെ റോഡിൽ തന്നെ എൻ്റെ ഡിവിഷനിൽ തന്നെ ഞാൻ ഇങ്ങനെ പോകും, കറങ്ങി നടക്കും. ആദ്യമൊക്കെ സൈക്കിളായിരുന്നു, പിന്നെ അത് ആരോ കള്ളം കട്ടുകൊണ്ട് പോയപ്പോൾ സ്കൂട്ടറിൻ്റെ പുറകിൽ എനിക്കൊരു നല്ല മിടുക്കിയായിട്ടുള്ള ഒരു സെക്രട്ടറി ഗേൾ ഉണ്ട്. അവളുടെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഹെൽമെറ്റൊക്കെ വെച്ച് പോകും. അല്ലെങ്കിൽ ഞാൻ തന്നെ കാർ ഓടിച്ചുകൊണ്ട് പോകും. ഇവർ ഞാൻ കടിച്ചലും DYFIക്കാരെന്നപ്പോൾ എൻ്റെ കാറിൽ തലങ്ങും മലങ്ങും പോയിക്കൊണ്ടിരുന്നു അവരുടെ മുമ്പിൽ കൂടെ തന്നെ. എനിക്കതൊന്നും പ്രശ്നം. എപ്പോഴാണെങ്കിലും മരിക്കും. ധീരമായിട്ട് മരിച്ച വെള്ള പൂക്കളുള്ള റീത്ത് കൊണ്ടുവരണേ, അതെനിക്ക് നിർബന്ധം കേട്ടോ. ചുമപ്പ് കൊണ്ടുവരരുത്, ചുമന്ന പൂക്കൾ TPM പറ്റൂല. ഓക്കെ, ഏട്ടോണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ്. അണ്ടർഗാർമെൻറ്റ്സ് മാത്രം, ബ്രേസറും ചെറിയ ഒരു അണ്ടർവെയറും ഉണ്ട്. ബ്രേസർ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് നല്ല സെക്സി ആയിട്ട് ഏതോ ലോകത്തല്ലാണ്ട് ഇങ്ങനെ വരാന്തിൽ കൂടെ നടക്കൂലല്ലോ റോഡിനെ ഫേസ് ചെയ്തിട്ട്. കയ്യിലൊരു മൊബൈലും ഉണ്ട്. ഞാൻ താഴെ നിന്ന് കൈ കൊട്ടി. അപ്പോൾ തന്നെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഞാൻ മോളെ എന്താ ഇത് ചോദിച്ചു. താഴെ നിന്ന് ഉറക്കെ, ഫസ്റ്റ് ഫ്ലോറിലല്ലേ ഇവിടെ. എൻ്റെ തന്തയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താടീന്ന് എൻ്റെ പ്രായം. അപ്പം ഞാൻ തള്ളയായിപ്പോയി മോളെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഉണക്കാൻ നടക്കുക, മുറി കയറ്, ഫാനിടാൻ നമുക്ക്, ഞാനും കൂടെ ആൻറ്റിയും കൂടെ ഒന്ന് വീശിത്തരാം, പെട്ടെന്ന് ഉണക്കിയെടുക്കാം എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ ഓരോ സ്ഥലത്തും എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് മതിലിൻ്റെ മുകളിലൊക്കെ കുപ്പിച്ചില്ല് കയറ്റി വയ്ക്കാം. പണ്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അനന്തശയനം. എല്ലാവരും ഇപ്പോൾ എന്താണ് വൈഷ്ണവ ഭക്തന്മാരാ. എല്ലാ മതിലിൻ്റെ മുകളിൽ അനന്തശയന. കുടിച്ച് ഫിങ്ങായിട്ട് ഈ അടുത്ത കൗൺസിലിൽ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചേക്കാം, ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേരകളുണ്ടല്ലോ, അത് വേണ്ട റോട്ടിൽ. അതിലൊക്കെ ഈ പബ്ലിക് ആക്ടർ, നമ്മൾ സിനിമകളൊന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ല. പണ്ട് അഡൽട്ട്സ് ഉള്ളി സിനിമകളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇവിടെ വന്നാലേ കാണാം. നമ്മൾ പുറമേ നടക്കുന്ന വ്യഭിചാരത്തെക്കുറിച്ചും റെഡ് സ്ട്രീറ്റിനെ പോലെയുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ് ആ മണ്ഡലത്തെ കുറിച്ച് പറയുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു സെന്റ് തെരേസ് കോളേജൊക്കെ ഇതിൽ പെട്ടതാണോ? അതെ, സെന്റ് തെരേസ് ലോ കോളേജ്, മഹാരാജാസ് കോളേജ്, ഗേൾസ് ഹൈസ്കൂൾ, SRB, പിന്നെ കോടതി, കോർപ്പറേഷൻ ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, KSRT ബസ് സ്റ്റാൻഡിന്റെ യാർഡ്, ബോട്ട് ജെട്ടി,
2 പാർക്കുകളും, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, അതെ, ഹെഡ്ക്വാർട്ടേഴ്സ്, ഓഫീസ്, BJPയുടെ ഓഫീസ്, എന്താണ് CPMന്റെ ഇത് അവരുടെ ഡിസ്ട്രിക്ട് ഓഫീസ്, പിന്നെ കോൺഗ്രസിന്റെ ജില്ലാ ഓഫീസ്, ജില്ലാ ഓഫീസിലെ മെയിൻ ഓഫീസ്, ജില്ലാ ഓഫീസാണ് മെയിൻ ഓഫീസ്, എറണാകുളത്തെ മെയിൻ ഓഫീസ്, ജനറൽ ആശുപത്രി എല്ലാമുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എറണാകുളം കോർപ്പറേഷനിലെ ഏറ്റവും സുപ്രധാനമായ കോർപ്പറേഷൻ അടക്കം അല്ലെ, അതെ, കോർപ്പറേഷൻ അടക്കം ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ വ്യഭിചാര സ്ഥലം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സമ്മതിക്കൂ. അതായത് ഒരു ദിവസം ഞാൻ കോർപ്പറേഷന്റെ മുമ്പിൽ ഡ്രഗ് ഫ്രീ ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞ് സാനു മാസ്റ്റർ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു പരിപാടി നടത്താനായിട്ട് അതിൻ്റെ ഉള്ള ഇതൊക്കെ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ചെക്കനും പെണ്ണും ഇവിടെ നിന്നോ ഇങ്ങനെ വന്നിട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നിന്ന് ഉമ്മ. എന്ത് ചെയ്യാൻ പറ്റും? ഇടപെട്ട സദാചാര പോലീസിങ് അല്ലേ, എന്താ ആചാരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഉമ്മ വെച്ചോണ്ട് നിൽക്കണു. ഞാൻ പതുക്കെ അവളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിച്ചിട്ട് ഒരു പരിപാടിക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു അമ്മയല്ലേ. അപ്പോൾ പോലീസുകാരെന്നോട് പറയും, ആൺകുട്ടികൾക്ക് ഞങ്ങൾ നോക്കണേണ്ട കുറച്ച് പേടിയുണ്ട്, പെൺകുട്ടികൾക്ക് ഒരു പേടിയില്ല. നേരെ തിരിഞ്ഞെന്ന് മൊബൈലിൽ അവരുടെ നെയിം പ്ലേറ്റും കൂടെ വരുന്ന പോലെ, മുഖം കാണുന്ന പോലെ ഫോട്ടോ എടുക്കുക. പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സസ്പെൻഷൻ, അല്ലെങ്കിൽ കാസർഗോഡേക്ക് ഡിസ്മിസിൽ. അപ്പം ഞാൻ താമസിക്കുന്ന പനമ്പള്ളി നഗറിൽ, അതാണ് കേട്ടോ ഭയങ്കര ഇതിനെക്കാട്ടിലും, പക്ഷെ കുറച്ച് ഏരിയ പണ്ടേ പനമ്പള്ളി നഗറിലായിരുന്നു. അപ്പം ജനിച്ചതൊക്കെ MG റോഡിലാണ്. അതിപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പനമ്പള്ളി നഗറിലാണ്. മഹാരാജ ഫാമിലി ആയിട്ട് ഇല്ല, ഞങ്ങള് ശ്രീകണ്ഠത്ത് തറവാടെന്ന് പറയും, പഴയ തറവാടാണ്. മകൾ മരിച്ചത് ആശ്വാസമായി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് പത്മജ S. മേനോൻ പറയുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഇത്രമാത്രം മനസ്സിൽ ആശ്വാസമായി കാണുന്നതിൻ്റെ സുബോധത്തോടെ പെൺകുട്ടികളില്ല. പല ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കണ്ട. അവർ പറയണ എത്രയോ പുരുഷന്മാരുടെ കയ്യിൽ കൂടെ കടന്നു വന്ന പെൺകുട്ടിയായിരിക്കും. അത് പോട്ടെ, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ അവൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോഴും? അവൾക്കൊരു ഭാര്യയാകാനോ ഒരു അമ്മയാവാനോ ഉള്ള മാനസികാവസ്ഥയുണ്ടോ? ഏതൊക്കെ ഡ്രഗുകളുടെ പിടിയിലാണ് അവളെന്ന് എനിക്കറിയില്ല. എത്രയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആൺമക്കൾ പറയുന്നു, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം, ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് അവസ്ഥയിൽ കൂടെയാണ് ഈ പെൺകുട്ടികൾ കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാം. ഒരു പെൺകുട്ടി കൈ മുറിച്ചു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാട്ടോ. അപ്പോൾ ഞാൻ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ അവളുടെ ചേച്ചിയും, അമ്മ ഡോക്ടർ, അമ്മ കുറേ ഈ സൂയിസൈഡ് പ്രിവെൻഷനിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ അമ്മ എപ്പോഴും പറയും ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ്. അവൾക്ക് മരിക്കണമെന്ന് വെച്ചല്ല, അത് നമ്മൾ മരിക്കാൻ പോകുന്ന ആൾക്കാർ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ട് കുറച്ചേരം സംസാരിച്ച് അവരുടെ ചിന്ത അതിൽ നിന്ന് മാറും എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ ചേച്ചിയും അമ്മുമ്മയും ഡ്രഗ് മാഫിയയുടെ പിടിയിലാണ്. അപ്പോൾ ഇവളെ വിളിക്കുകയാണ്, ഒരു കിളുന്ത് പെൺകുട്ടി, 9ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ പഠിച്ച് വലിയ മിടിക്കാവുന്ന, അമ്മ വിഡോവാണ്, മെയ്ഡാണ്. അപ്പോൾ ചേച്ചി നമുക്ക് കാറ് വേണ്ടേ, നമുക്ക് നല്ല വീടുകൾ വേണ്ടേ, ഇത് നിനക്കിപ്പോൾ എന്താ പ്രശ്നം, നീ ആർക്കെങ്കിലും തരുന്നത് കൊടുത്താൽ പോരെ, പിന്നെ സെക്സ് റാക്കറ്റ് നീ എൻജോയ് ഇറ്റ്. സെക്സ് എന്ന് പറഞ്ഞാൽ നീ വൈ ഡു യു കൺസിഡർ യുവർ സെൽഫ് ആസ് എ സെക്സ് വർക്കർ, ഒരു വ്യഭിചാരിണിയോ അതായിട്ട് നീ വിചാരിക്കുന്ന, യു എൻജോയ് ഇറ്റ്. യുവർ ജസ്റ്റ് 9th ഞാൻ മലയാളത്തിലാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ എൻജോയ് ചെയ്യൂ. നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ആ ബന്ധങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും, ഉമ്മ വയ്ക്കൽ എൻജോയ് ചെയ്യാൻ പറ്റും, കെട്ടിപ്പിടിക്കണ എൻജോയ് ചെയ്യാൻ പറ്റും, ഒരു നഗ്ന ശരീരത്തിൽ നമ്മളിതാവുന്ന, ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും പറയേണ്ടത്. അതെ. അപ്പോൾ അത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഒരു കന്യകയായ കുട്ടി, ജീവിതത്തിൽ IAS ഓഫീസർ അമ്മ കടന്നു വന്ന, അല്ലെങ്കിൽ അവരുടെ കുടുംബം കടന്നു വന്ന ബുദ്ധിമുട്ടുകളില്ലാണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പിടിക്കണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടി. അപ്പോൾ അവൾക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ് വെള്ളം പുതപ്പിച്ച് കിടത്തുന്നു. പേടിച്ചുപോയി. 9ാം ക്ലാസ്, 14 വയസ്സ്, പേടിച്ച്. അപ്പോൾ ക്ലാസ്സിലിരുന്ന് മരിക്കാൻ വേണ്ടിയില്ല, ക്രൈ ഫോർ ഹെൽപ്പ്. അപ്പോഴാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്. എത്രയോ കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്, ആൻറ്റി എനിക്ക് പഠിക്കണം, ആൻറ്റി എനിക്ക് നല്ല നിലയിലെത്തണം, എന്താണ്, ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ്, അല്ലെങ്കിൽ അമ്മ പാർട്ടിയാണ്. രാത്രിയാകുമ്പോൾ പലരും വരുന്നു, എന്നെ പലരും നിർബന്ധിക്കുന്നു, എനിക്ക് പഠിച്ചാൽ മതി, എനിക്കിങ്ങനെ ആവണ്ട. ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് പേടി, അല്ലെങ്കിൽ അമ്മ ഇതിൽ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പത്മജ S. മേനോൻ പറയുന്നത്. ഞാൻ മുമ്പ് 1998 കേരളത്തിൽ ആദ്യമായിട്ട്
സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെന്റ് തെരാസ് കോളേജിലെ 5 കുട്ടികളുടെ ഫോട്ടോ, നൈക്കഡ് ഫോട്ടോ പുറത്തു വന്നിരുന്നു. അത് ഞാൻ പുറത്തു കൊണ്ടുവരികയും മാത്രമല്ല, സെന്റ് തെരാസിലെ കുബേരപുത്രികമാർ അഴിഞ്ഞാടുന്നു, പാവപ്പെട്ടവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന സ്റ്റോറി ഇതിൽ ടെസ പ്രിൻസിപ്പാളിനെതിരെ കേസ് എടുത്തിരുന്നു. അന്ന് ഈ സെന്റ് തെരാസിലെ കുട്ടികൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും അങ്ങനെയൊക്കെ പോകുന്നതും ഇത്തരം പൈസയ്ക്ക് വേണ്ടിയിട്ട് സെക്ഷന് വേണ്ടി പോകുന്നതായിട്ടൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഒരു വാസ്തവമാണ്, ഇവിടെ സൊസൈറ്റീൻ്റെ ഭാഗമാണെന്നാണല്ലോ പത്മജ എസ് മേനോൻ പറയും. അത് എത്രമാത്രം ശരിയാണ്? അതിനൊപ്പം ഒരു കാര്യം പറയാം. അപ്പൊ ഈ സെന്റ് തെരേസാസിന്റെ മാത്രമല്ല ഹൈ ലെവലിൽ അതാണ് പറയാൻ പോകുന്നത്. പനമ്പള്ളി നഗറിൽ ഇങ്ങനെ കൗൺസിലർ ആവുന്നതിന് മുമ്പ് ഇങ്ങനെ മുഴുവൻ ഈ പുക വലിക്കുന്നത് ഇതാണ്, നിയമവിരുദ്ധമാണ്. ഞാൻ പോലീസുകാരോട് ചോദിക്കും, മാഡം ഞങ്ങളുടെ കൂടെ ജീപ്പിൽ കയറിക്കോ, ഞങ്ങൾ ഇവരെയൊക്കെ പിടിച്ച് ജീപ്പിൽ കയറ്റാം. വലിക്കുന്നൊക്കെ മറ്റേ ഇത് നമ്മൾ ഇതാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്, മരിഞ്ചുവാൻ, അങ്ങനത്തെ കഞ്ചാവ്, അങ്ങനത്തെ ഈ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ എത്തുമ്പോൾ ഞാനും മാഡവും മാത്രമേ കാറിലുണ്ടാവുള്ളൂ. ഇടയ്ക്ക് വെച്ച് ഫോൺ വന്നുകൊണ്ടിരിക്കും. വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ്, അവരൊക്കെ ഇറങ്ങി പോകും. നമ്മൾ തേവര പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞാനും മാഡവും മാത്രമേ വണ്ടിയിലുണ്ടാവുള്ളൂ. ഞങ്ങൾ പിടിക്കാഞ്ഞിട്ടല്ല, ഞങ്ങളിവിടെ റോന്ത് ചുറ്റാൻ വിട്ടിട്ടുണ്ട്, ആർക്കൊരു പേടിയില്ല. വേണമെങ്കിൽ അവർ വന്ന് ഞങ്ങളോട് ചോദിക്കും, സാറേ ഒന്ന് വേണോ, കുറേ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എല്ലാം കാശുകാരുടെ മക്കളാണ്, എല്ലാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ എൻ്റെ മറ്റൊരു വശം, ആൺകുട്ടികളുടെ വശമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒറ്റയാൾ ജീപ്പിലുണ്ടാവില്ല, ഞാനും മാഡം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആരെയും പിടിക്കാത്തത്. മാഡം വന്നിപ്പോൾ ഇല്ല, ഇവരെയൊക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൂടാ, അത് എന്നൊക്കെ കയറും മാഡം, ഞാൻ അവരെയും കയറ്റാം. ഈ എത്തുന്ന കുറച്ച് സമയം, ഇപ്പോൾ വനമ്പള്ളിനകർന്ന് തേവരവർ എത്ര മിനിറ്റ്, 3-4 മിനിറ്റ്, ആ മിനിറ്റിൽ ഓരോ കോള് വന്ന് ഇവരൊക്കെ ഇറങ്ങിപ്പോവും. ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങളുടെ SI നിസ്സഹായരാണ്, ഞങ്ങളുടെ CA നിസ്സഹായനാണ്. എന്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കും ജീവിക്കേണ്ട ഒരു കുടുംബമില്ലേ? ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടി, അല്ലെങ്കിൽ ഞങ്ങളെ കാസർഗോഡേക്കാക്കി. മോൻ ഇവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും, മോള് കോളേജിൽ പഠിക്കുകയായിരിക്കും, ഞങ്ങൾ ചിതറിപ്പോവില്ലേ? അപ്പം അവർക്കെന്താ? അവരടുത്തോ ഇന്നലെ പോലീസ് ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട്, സാറുമാര് ഒന്ന് സാറുമാര് ഓടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവിടെ സെൻട്രൽ പാർക്കിന്റെ അവിടെ പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട്. സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ കീഴിലായിരിക്കും അവിടെ എന്റെ ഡിവിഷൻ. ഞാൻ പനമ്പള്ളി നഗർ തേവരയുടെ. അപ്പൊ അവിടെ സെൻട്രൽ പാർക്കിന്റെ അടുത്ത് പോലീസ് ജീപ്പ് കേൾക്കുന്നുണ്ട്. അപ്പൊ സാർ ഒരു സന്തോഷത്തിൽ നിന്ന് ഓടിക്കും സാറേ, എന്നിട്ട് എന്ത് ചെയ്യാനാ മാഡം? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ സെന്റ് തെരേസ് കോളേജും അതേപോലെ ഹൈടെക് പെൺവാണിഭം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സൗത്ത് ഡിവിഷൻ എന്ന് പറയുന്നത്. ഹൈടെക് മാത്രല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വലിയ വലിയ സ്റ്റാർ ഹോട്ടൽ അടക്കം ഈ കോളേജ് വിദ്യാർത്ഥിനികൾ അടക്കം എത്തുന്നു എന്നാണ് ഞാൻ അന്ന് വിദ്യാർത്ഥിനികള്, സ്കൂൾ വിദ്യാർത്ഥി കാത്തു നിൽക്കും, ഇവരുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് കാത്തു നിൽക്കും. എന്നോട് എത്രയോ മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞു, രോഹിംഗ്യൻ ഈ ആലുവയിലെ പ്രശ്നത്തിന് ശേഷം ഇവര് വന്ന് ഈ പെൺകുട്ടികളെ എൻറ്റൈസ് ചെയ്യാണ്, അതും ഇതൊക്കെ പറഞ്ഞു. സ്വന്തം ചേച്ചി പറഞ്ഞ പോലെ ഇവരും എൻറ്റൈസ് ചെയ്യാണ്. അപ്പോൾ വലിയ വലിയ ആൾക്കാരല്ല, ചെറിയ അധികം നല്ല പരിസ്ഥിതി ഇല്ലാത്ത ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ളൊരു മാർഗമായി. ഇപ്പം അമ്മയുടെ പെൺകുട്ടികൾ വന്ന് എന്നോട് പറയുന്ന കാര്യം പറഞ്ഞില്ലേ, അമ്മമാർ തന്നെ ഒന്നുമില്ലെങ്കിൽ നിസ്സഹായാവസ്ഥ പേടികൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും നല്ല നിലയിൽ എത്തിക്കൂടാ എന്ന് പറഞ്ഞ് മക്കളെ വരാൻ, സഹസൈന്യത്തിന് വരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. വളരെ വലിയൊരു സംഭവമാണ് നേരിട്ടുള്ള അറിവിന്റെ പുറത്താണല്ലോ തുറന്നു പറയുന്നത്. കുറച്ച് സ്ഥലം മേടിച്ചിട്ട് ഈ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കാനായിട്ട്. ഇപ്പൊ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ അവിടെ വന്ന് താമസിക്കാം. ഇവര് കാണുന്നത് മാമമാരെയും, അല്ലെങ്കിൽ മാമ എന്ന് പറഞ്ഞാൽ ഈ പിമ്പ്, അല്ലെങ്കിൽ വ്യഭിചാരിയായിട്ടുള്ള അമ്മമാരെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്നെ പോലെ IAS ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ്, ജീവിതത്തിൽ എന്തെങ്കിലും മുന്നോട്ട് നോക്കാനുണ്ട്, ഞങ്ങൾക്കും ഒരു മെയ്ഡ് അല്ലെങ്കിൽ ഒരു വ്യഭിചാരിണി അല്ലെങ്കിൽ ഇങ്ങനത്തെ താഴ്ന്ന നിലയിലുള്ള ജീവിതം അല്ലാണ്ട് മുമ്പോട്ട് പോകാനുണ്ട് എന്ന് അവർക്കും പഠിക്കാം. ഞാനും അവിടെ താമസിക്കാം, ഞങ്ങൾ കുറേ പേര് റൂം എടുക്കാം, ഞങ്ങളുടെ കൂടെ ഓരോ കുട്ടികളെ താമസിപ്പിക്കാം, അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആവാൻ പറ്റുമെന്ന് അവരെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു അങ്ങനെ ഒരു സ്ഥലം തയ്യാറാക്കാനുള്ള റീഹാബിലിറ്റേഷൻ അല്ല, അങ്ങനെയുള്ള കുട്ടി അച്ഛനമ്മയ്ക്ക് ഉണ്ടാവും, പക്ഷെ അവർക്ക് വിളിക്കുന്നതാണ് തന്നെ. ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് ഈ കോളേജ് വിദ്യാർത്ഥിനികള് എത്രമാത്രം ഇതിന്റെ അകത്ത് ഇങ്ങനെ പെട്ടുപോകുന്നത്. സെന്റ് തെരേസയിലെ എനിക്കറിയുന്ന സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സെന്റ് തെരേസാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതല്ല, അതിനെക്കാട്ടിലും കൂടുതൽ
മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരാണ് ഇതിൻ്റെ പിടിയിലകപ്പെട്ടു പോകുന്നത്. ഗ്രാമങ്ങളിൽ നിന്നും ഇങ്ങനെ ഇപ്പൊ എറണാകുളം പോലത്തെ സിറ്റി അല്ലാണ്ട് ഇവിടെ താമസിക്കുന്ന കുട്ടികളല്ല, അല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവര് ആണിലേക്ക് വിട്ടുപോകും. എന്നുവെച്ചാൽ അവിടെ അച്ഛൻ്റെ അമ്മയുടെ സ്ട്രിക്റ്റ് കൺട്രോളില്, അമ്മുമ്മയുടെ ഒക്കെ, ഞാനൊക്കെ അമ്മുമ്മയുടെ സ്ട്രിക്റ്റ് കൺട്രോളിൽ വളർന്ന ആളാണ്. പക്ഷെ നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ കാലം ഉറച്ചപ്പോൾ തന്നെ ഞങ്ങൾ ടൂ വീലർ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ചു അമ്മുമ്മ. അങ്ങനത്തെ, പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള, പക്ഷെ ഷി വാസ് വെരി സ്ട്രിക്റ്റ്. അമ്മ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. ഷി വാസ് നെവർ അറ്റ് ഹോം. ഇപ്പൊ ഈ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ വളരെ സ്വാതന്ത്ര്യം, ഭയങ്കര സ്വാതന്ത്ര്യം സിറ്റിയിലേക്ക്. പിന്നെ ഇവരൊക്കെ വരുന്നത് ഇംഗ്ലണ്ടിലേക്കും ജർമ്മനിയിലേക്കും. ഇപ്പൊ ഞാൻ പലരോടും ചോദിക്കും, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു ദിവസം വരെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതായിട്ട്, അപ്പം മിണ്ടാണ്ട് കിടന്നാൽ മതിയല്ലോ, ഇങ്ങനെ കിടന്ന് നിങ്ങൾ വെള്ളം ഇതൊക്കെ കൊണ്ടുവരിക. അതുവരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, എല്ലാവരോടും സംസാരിക്കും. അപ്പൊ എല്ലാവർക്കും ജർമ്മനി പോകണം, കാനഡയിൽ പോകണം. ഇപ്പൊ ജർമ്മനിയാണ് ഒരു ഹോട്ട് ഹബ്ബ്. അപ്പൊ ഞാൻ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലേക്കുള്ളൊരു പൈസയും കൂടെ ഉണ്ടാക്കാൻ, അച്ഛനും അമ്മയ്ക്കും ഈ ഇതിനൊക്കെയുള്ള അവിടെ പൈസ കൊടുത്തിട്ടാണ് പലർക്കും സ്കോളർഷിപ്സ് ഒക്കെ കിട്ടാനുണ്ടാവില്ലായിരിക്കും. സോ ദേ ആർ കമ്മിങ് ഹിയർ ആൻഡ് ഡൂയിങ് ഇറ്റ്. ആൻഡ് അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെയല്ലേ, ഫ്രീ സെക്സ്, ഫ്രീ ലൈഫ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. പക്ഷെ ദേ ആർ റോങ്. അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദേ തിങ്ക് ദാറ്റ് നമ്മൾക്കൊരു വലിയ സംസ്കൃതിയുണ്ട്, ഇവിടെ വന്നാൽ നല്ല കുടുംബജീവിതം കിട്ടും, വേറെ പരപുരുഷ ബന്ധമോ പരസ്ത്രീ ബന്ധമോ ഇല്ലാതെ നല്ലൊരു സ്പൗസിനെ കിട്ടുന്നതാണ് അവിടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ പുറത്ത് പഠിക്കുന്ന ഇന്ത്യൻകാരായ പെൺകുട്ടികളെ ആൺകുട്ടികളെയും കല്യാണം കഴിക്കാനാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ ഇഷ്ടം. പക്ഷെ ഇവിടെ ഇങ്ങനെയാണെന്ന്, കേരളത്തിലും കൊച്ചിയിലെ കാര്യം, പക്ഷെ എല്ലാ സ്റ്റേറ്റ്സിലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ആസ് എ നാഷണൽ സെക്രട്ടറി ഐ ഹാവ് ട്രാവൽഡ് അറൗണ്ട് ഇന്ത്യ. എല്ലാ സ്റ്റേറ്റിലും ഈ എറണാകുളത്ത് പ്രത്യേകിച്ച് എൻ്റെ ഡിവിഷനിൽ കാണുന്ന പോലത്തെ തുറന്ന സെക്സും തുറന്ന എന്താ അരാജകത്വവും ഞാൻ ഒരു സ്റ്റേറ്റിലും ഡ്രഗ് വ്യാപകമായിട്ട്. തീർച്ചയായിട്ടും മനസ്സിലാക്കിയത് ഞാൻ പോലീസ് കമ്മീഷണറെ കണ്ടപ്പോൾ പറഞ്ഞത്, ഈ പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ തന്നെയാണ് മറൈൻ ഡ്രൈവിലൊക്കെ ആയിട്ട് ഈ എല്ലാ തരത്തിലുള്ള വൈകൃതങ്ങളും ഈ ഡ്രഗ് മാഫിയ. സദാചാര പോലീസിങ് നമ്മൾ പേപ്പറിൽ വായിക്കാമല്ലോ, സദാചാര പോലീസിങ്. എന്താചാരാണിത്? ഇപ്പം മിനിങ്ങാന്ന് എൻ്റെ ഓഫീസ് ഹിന്ദി പ്രചാര സഭയുടെ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പിൽ 4 ആൺകുട്ടികൾ എന്തോ ചുരുട്ടി ഇങ്ങനെ കൊടുക്കുന്നു. അപ്പം 4 പേർക്കും കൊടുക്കും. അപ്പം ഞാനിങ്ങനെ പൗഡറിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ ഇവരിങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരുത്തിന് എന്നെ കാണുന്നത്, ഞാനിങ്ങനെ നിൽക്കുന്നത്. ഡാൻസ് പഠിച്ചേക്കാനും കണ്ണൊക്കെ നോക്കി അതേപോലെ നിൽക്കും, എത്ര നേരം വേണമെങ്കിലും അങ്ങനെ തന്നെ നിൽക്കും, ഉണ്ടക്കണ്ണുവാണല്ലോ. അപ്പോൾ അവനിങ്ങനെ പതുക്കെ ഇവരടുത്ത് ഇങ്ങനെ കാണിച്ചു, അതായത് ഒരുത്തി നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവർ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. ഞാൻ അങ്ങനെ തന്നെ കണ്ണി മനക്കാണ്ട് അങ്ങനെ തന്നെ ഞാനും നിന്നു കേട്ടോ. അപ്പോൾ അവര് പതുക്കെ ഇങ്ങനെ കൊളുത്തിക്കഴിഞ്ഞു. വലിക്കാനായിട്ടൊരു ഇതുണ്ട്, കാരണം ഞാൻ ആരാണെന്ന് അറിയില്ലല്ലോ, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസാണോ എന്താണെന്നൊന്നും അവർക്കറിയില്ല. IPS പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. 5 അടി 3 ഇഞ്ച് വേണം. അതുകൊണ്ട് എൻ്റെ IAS ഒന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ IPS സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞു. ഹൈറ്റ് ഇല്ലായ്മ, എൻ്റെ പൊക്കമില്ലായ്മയാണ് എൻ്റെ കുഞ്ഞിന് മാഷ് പറഞ്ഞെങ്കിലും എൻ്റെ പൊക്കമില്ലായ്മ എൻ്റെ ഒരു സ്വപ്നത്തെ തകർത്ത് കളഞ്ഞു. പിന്നെ ഒരു IPS ഓഫീസറെ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു, അതും നടന്നില്ല. പോട്ടെ, ഈ ഇദ്ദേഹം ആയതുകൊണ്ട് എൻ്റെ ഇതൊക്കെ സഹിക്കുന്നു. എൻ്റെ ഭർത്താവായതുകൊണ്ട് വേറെ ആരായിരുന്നെങ്കിലും പടിയടിച്ച് പിണ്ടം വച്ചേനെ ഈ പ്രായത്തിൽ. അപ്പോഴും അപ്പം ഇവരിങ്ങനെ നോക്കിയപ്പോഴേക്കും മനസ്സിലായി ഈ സ്ത്രീ എന്തോ ഒരു കുഴപ്പക്കാരിയാണെന്ന് മനസ്സിലായി. ഒരു പതുക്കെ ഇങ്ങനെ നടന്നുപോയി ഓപ്പോസിറ്റ്സ്. ഞാനും അതേപോലെ ദൃഷ്ടി അവരെ തന്നെ ഉറപ്പിച്ച് അവരിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ അവർ വേഗം നടക്ക്. ഇവർ വേഗം നടക്കണനുസരിച്ച് ഞാനും നടക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലുകൾ പുറക്കി വെച്ച് ഞാനും നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ബസ് വന്നപ്പോഴേക്കും അവരിങ്ങനെ കൈ കാണിച്ചു. സ്ലോ ആയിട്ടേ പോകാൻ പറ്റും, വളരെ ചെറിയ റോഡാണ്. അതിൽ ചാടി കയറിപ്പോയി. പിന്നെ എനിക്ക് റോഡ് ക്രോസ് ചെയ്ത് ചാടി കയറിപ്പോൾ എൻ്റെ കയ്യിൽ കാശുമില്ല, ഒന്നുമില്ല. പിന്നെ കാശില്ലാണ്ട് കൗൺസിലർ സഞ്ചരിച്ചു വന്നു. അതാണ് ഒരു കാണുന്നൊരു ഇടവഴിയിലേക്ക് കയറി നിന്ന് എന്തോ ചുറ്റി കടലാസാക്കി വലിക്കുന്നു. ഞാൻ പോലീസുകാരോട് ചോദിക്കും, ഇതിപ്പോ നിയമവിരുദ്ധ? മോനമ്മ കോക്കാട് എന്ന് പറയുന്ന മാഡം കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് പരസ്യമായ സ്ഥലങ്ങളിൽ പുകവലി. ഇത് പുകയുടെ ഉള്ളിൽ കൂടെയാണ്. രാത്രിയൊക്കെ ഈ കടകളിങ്ങനെ തുറന്ന് കിടക്കുകയാണ്, തുറന്ന് എത്ര നേരം വേണമെങ്കിലും. അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പണിക്കാരെ വെച്ച് അവിടെ കുപ്പിച്ചില്ലെന്ന്. ഈ ആ വീടുകളുടെ മതിലുകളിലാണ് കയറിയിരിക്കുന്നത്. ആർക്കും ഒരു പ്രൈവസി ഇല്ല. ഒരു പറഞ്ഞു മേയർ ഒരു ഗുണം ചെയ്തിട്ടോ, പെട്രോളിംഗ് വെച്ചു. സ്ത്രീകളുടെയും വനിതാ പോലീസിന്റെയും പുരുഷ പോലീസിന്റെയും പെട്രോളിംഗ് വെച്ചു. പക്ഷെ അവർക്കും പെട്രോളിംഗ് ചെയ്തിട്ട് എന്താ കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ കൊച്ചിൻ കോർപ്പറേഷനിലെ മെയിൻ ഡിവിഷനിലെ ഗതി. അപ്പൊ മറ്റേ ഡിവിഷനിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ഇപ്പൊ മകളുടെ ഒരു ദുരന്തം എങ്ങനെയാണ് മകളുടെ?
അവൾ കുഞ്ഞായിരുന്നു, ഒരു ഇരട്ട എത്ര മക്കളാണ്? എനിക്ക് അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 3 മക്കള്. ഇപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ പറയുള്ളൂ കേട്ടോ, 2 ആൺകുട്ടികളാണ്. എന്ത് ചെയ്യുന്നു കേട്ടോ. അവരിപ്പം? മൂത്ത ആള് MBA ഫിനാൻസ് കഴിഞ്ഞു, ഹസ്ബൻഡിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, പക്ഷെ അദ്ദേഹം ഇൻഡു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി. ഇളയാള് എന്നെപ്പോലെ ജേർണലിസ്റ്റ് ആവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം MA മാസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് ക്രൈസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കൊല്ലം എന്നെ അമ്മ അവിടെ അയച്ച് ദുരിതത്തിലാക്കിയില്ലേ, ബാംഗ്ലൂർ ഇതിനേക്കാളും മോശമായിരിക്കും, അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഞങ്ങൾ രണ്ടോട് പുസ്തകം എഴുതാൻ പോവാണ്. അതിൻ്റെ കവറും കൊണ്ടെന്ന് പറഞ്ഞോട്ടെ. നമ്മൾ സാധാരണ നമ്മൾ സ്ക്രിബ്ലിംഗ് പാഡ് വെച്ച് ഇങ്ങനെ എഴുതുന്നു, നിങ്ങൾ തിരിഞ്ഞിരിക്കുക, ബാക്ക് ടു ബാക്ക് എന്നാണ് ആ പുസ്തകം. ഞാൻ ഇത്രയും വർഷത്തെ വ്യത്യാസം ഞങ്ങൾ തമ്മിൽ. ഇവൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റ്, ആ കുട്ടി 23 വയസ്സുണ്ട്, അവൻ്റെ മനസ്സിലെങ്ങനെയാണ് വരുന്നത്, ഈ വയസ്സേയുടെ മനസ്സിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ള ചിന്തയാണ് ആ ബുക്ക്. ഇംഗ്ലീഷിലും മലയാളത്തിലും ബാക്ക് ടു ബാക്ക് ആയിട്ടൊരു പുസ്തകം. ഏതൊക്കെ ഭാഷ നന്നായിട്ട് അറിയാം? എനിക്ക് മുझे ഹിന്ദി ആത്താ ഹെ, കൊഞ്ചം തമിഴ് വരുത്, ഇംഗ്ലീഷ് കൊഞ്ചം വരും. കാരണം എൻ്റെ ഹസ്ബൻഡ് നേവൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അച്ഛൻ അവിടെയാണ്, അദ്ദേഹം ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളായിരുന്നു, ഹിന്ദി. ഞാൻ മലയാളം പഠിപ്പിച്ചെടുത്തു, അദ്ദേഹം എന്നെ ഇംഗ്ലീഷും പഠിപ്പിച്ചെടുത്തു. അപ്പോൾ ഇംഗ്ലീഷ് വരും. പിന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നല്ലോണം മലയാളം അറിയാം.